ഹലോ. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം നമ്മളൊരു ഷോർട്സ് ഇട്ടില്ലേ, അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ കേട്ടോ. ആ ഡ്രസ്സ് നമ്മൾ എങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്നുള്ളതിൻ്റെ ഫുൾ വീഡിയോ ആണത്. ഇപ്പോൾ സ്ട്രഗൊക്കെ ഉള്ള ടൈപ്പ് ഒരു ഫുൾ ഗൗണാണ് കേട്ടോ. അപ്പോൾ ഇതായിട്ടൊരു ടോപ്പാണ് നമ്മൾ ചെയ്യണത്. ഷോർട്ടായിട്ട് ഒരു നീളത്തുള്ള ഒരു സാധാ നോർമലുള്ള ടോപ്പാണ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കുക വിചാരിച്ചിട്ടാണ്. ഞാൻ ചെയ്യുന്ന ഒരു രീതിക്കാട്ടോ ഞാൻ ഈ ടോപ്പ് വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടെന്നൊന്നും അറിയില്ല. ഞാൻ യൂട്യൂബ് നോക്കിയിട്ടൊക്കെയാണ് ഞാനും അടിക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന അതേ രീതിയിൽ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഇതായിട്ട് നമുക്ക് ഈ സ്കേർട്ടിൻ്റെ ഈ പോർഷൻ ഉണ്ടല്ലോ, അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. മേലത്തെ ഭാഗം നമുക്ക് ഒഴിവാക്കാം. താഴെയുള്ള ഈ സ്കേർട്ടിൻ്റെ പോർഷന് നമ്മൾ ഫുള്ളായിട്ട് ടോപ്പാക്കി, അപ്പോൾ അതിന് ഷേപ്പാക്കിയിട്ടുണ്ടായിരുന്ന അതിൻ്റെ നൂലും ഇതൊക്കെ നമ്മൾ അയച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം ആ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് അതിൻ്റെ മേലത്തെ പോർഷന് മാറ്റി വെച്ചിട്ട് ആദ്യം സ്കേർട്ടിൻ്റെ പോർഷന് നമുക്ക് ടോപ്പിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ആ സ്കേർട്ടിൻ്റെ പോർഷൻ കട്ട് ചെയ്തിട്ട് മാറ്റാം കേട്ടോ. ഇതൊരു ബ്ലൂവും വൈറ്റൊക്കെ ഉള്ള പ്രിൻ്റുള്ളൊരു ക്ലോത്താണ് കേട്ടോ. അപ്പോൾ മേലത്തെ വൈറ്റ് പോർഷൻ നമുക്ക് മാറ്റിയേക്കാം, അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ആദ്യം നമുക്ക് ഈ സ്കേർട്ടിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ സ്ലീവിനാട്ടോ വൈറ്റിൻ്റെ പോർഷൻ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ക്ലോത്ത് നാല് മടക്കാക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു പഴയ ടോപ്പ് വെച്ചിട്ട് അതിന് അളവെടുക്കുന്നുണ്ട്. അളവൊക്കെ കൃത്യമാണ് കേട്ടോ, പാകമാണ്. അപ്പോൾ ആ നെക്കിൻ്റെ ഭാഗം നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ടും ബാക്കൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അടയാളപ്പെടുത്തി കൊടുത്തപ്പോൾ കുറച്ച് ഓവറാ തോന്നിയപ്പോൾ നമ്മളതിൻ്റെ നടുഭാഗം സെൻട്രലായിട്ട് കട്ട് ചെയ്യട്ടെ ചെയ്ത്. പിന്നെ സ്ലീവിൻ്റെ ഭാഗവും അങ്ങനെ നമ്മൾ അളവെടുത്തിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ കൈ കുത്തി പിടിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ, അടയാളപ്പെടുത്തിയിട്ട്. അപ്പോൾ അത് ആം ഹോളിൻ്റെ അവിടെയും നമ്മൾ അളവെടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ആം ഹോൾ കർവ് എന്നുള്ള സംഭവം ഞാൻ ഇപ്പോൾ അടുത്ത് വാങ്ങിയിട്ട് 40 രൂപ എങ്ങാണ്ടാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. അതുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ബിഗിനേഴ്സിനൊക്കെ കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നത്. ഞാനും ആദ്യമൊക്കെ ചെയ്യുന്ന ടൈമിൽ കറക്റ്റായിട്ട് വന്നിരുന്നില്ല. അപ്പോൾ ഇതുണ്ടായതുകൊണ്ട് കുറച്ചുകൂടെ എനിക്ക് ഫ്രീ ആയിട്ട് തോന്നി കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ട് അളവെടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടോ ഫുൾ ലോങ് വീഡിയോക്കൊക്കെ വേണ്ടി വോയിസ് ഓവർ കൊടുക്കണേ. അപ്പോൾ ഞാൻ തന്നെ യൂട്യൂബ് നോക്കിയിട്ട് എങ്ങനെയൊക്കെയാണ് സ്റ്റിച്ച് ചെയ്യണം, അത് എങ്ങനെ അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഞാൻ പറയണത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടോ ഒന്നും അറിയില്ല കേട്ടോ. ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ള രീതിക്ക് ഇടുകയാണ്. അപ്പോൾ അതാ ആം ഹോളിൻ്റെ അവിടെയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഇങ്ങനെയായിട്ട് കിട്ടിയിട്ടുള്ളത്. പിന്നെ അടിഭാഗമൊന്നും ഈ സ്കേർട്ട് പോലെ ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് അധികം ഒന്നും ചെയ്യാനില്ല. സ്ലീവ് അറ്റാച്ച് ചെയ്യുക, പിന്നെ നെക്ക് ശരിയാക്കുക, അത്ര മാത്രം നമുക്ക് അതിന് വർക്ക് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ കട്ട് ചെയ്ത് വന്നപ്പോൾ ഒരു പെറ്റിക്കോട്ടിൻ്റെ രൂപത്തിലുള്ള ഒരു ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ മേലത്തെ സ്ലീവിന് വേണ്ടി കട്ട് ചെയ്യുകയാണ്. സ്ലീവിന് ഈ വൈറ്റ് പോർഷൻ്റെ സ്ലീവ് തന്നെ മതി, പക്ഷേ പഫ് സ്ലീവായി നമ്മൾ വെക്കുന്നതുകൊണ്ട് കുറച്ചുകൂടെ ഇത് വേണം, ലെങ്ത്ത് വേണം. അപ്പോൾ നമുക്ക് ആ പഫ് സ്ലീവാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഈ ശീല തികയില്ല. അതുകൊണ്ട് നമുക്ക് ആ സ്ട്രഗിൻ്റെ ടൈപ്പ് ഉള്ള ക്ലോത്ത് കൂടെ വേണ്ടി വരും. അപ്പോൾ ആ സ്ലീവൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 സ്ലീവും കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതെങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. സ്ലീവിൻ്റെ ഒരു സൈഡ് നമ്മളിങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് 2 സ്ലീവും സെറ്റായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഭാഗമൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ സ്ലീവൊക്കെ കട്ട് ചെയ്തിട്ട് ഫുൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഭാഗം കൂടി ഒന്ന് സ്ലീവിൻ്റെ അതേ അളവിൽ നമുക്ക് ഈ വൈറ്റ് പോർഷൻ ഒന്നും കൂടെ ഒരു ചെറിയ പീസ് കൂടെ കട്ട് ചെയ്തെടുക്കണം. കാരണം ഫ്രില്ലിട്ട് കൊടുക്കുമ്പോൾ ആ സീല തികയില്ല, അതുകൊണ്ട് കേട്ടോ. പിന്നെ ഈ കട്ട് ചെയ്യുന്ന ഈ ഒരു പോർഷൻ നമുക്ക് വേണമെങ്കിൽ ഈ ടോപ്പിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ പീറ്റർ പാൻ പോലെ വെക്കാം കേട്ടോ. അത് നല്ല ഭംഗിയുണ്ടാവും. പക്ഷേ ഞാൻ ഇപ്പോഴത്തെ വീഡിയോയിൽ അങ്ങനെ ചെയ്യുന്നില്ല. സ്ലീവിൻ്റെ ബാക്കി ഒരു പീസ് എടുക്കാനുള്ള പരാക്രമമായിട്ടാണ് ഈ കാണുന്നത്. എല്ലാ ഭാഗവും കട്ട് ചെയ്തിട്ട് അതിൻ്റെ ബാക്ക് പോർഷൻ മാത്രമല്ല കിട്ടുന്നത്. അതുകൊണ്ട് കുറച്ച് പണി ഉണ്ടാകും കേട്ടോ. അപ്പോൾ എല്ലാം സെറ്റാക്കി എടുത്തിട്ട് നമ്മൾ സ്ലീവിൻ്റെ അതേ അളവിൽ ഒരു കുറച്ചുകൂടെ വലുപ്പമുള്ളൊരു പീസ് നമ്മൾ എടുക്കുക കേട്ടോ. പിന്നെ സ്ലീവിൻ്റെ മേൽഭാഗം ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ നമുക്ക് ഫ്രില്ലിടാനുള്ളതാണല്ലോ. പിന്നെ അതിൻ്റെ സെൻറ്റർ ഭാഗം അങ്ങനെ സെറ്റായി കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ ശേഷം സ്ലീവിൻ്റെ 2 ഭാഗവും മറ്റേ സ്ലീവ് ചെയ്ത പോലെ തന്നെ മേൽഭാഗവും പിന്നെ സെൻറ്ററും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ സാധാ ആ നോർമൽ സ്ലീവ് തന്നെ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ ശേഷം ആ സ്ലീവ് ഇങ്ങനെ ഇട്ടുന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ സെൻറ്റർ ഭാഗം കൂടി കട്ട് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മറ്റേ ഭാഗമായി നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ കട്ട് ചെയ്ത പീസ് നമ്മൾ നിർത്തി വെച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ സെൻറ്ററൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം അതിൻ്റെ 2 സ്ലീവിന് വേണമല്ലോ. അപ്പോൾ ആ ഒരു പീസ് മതി. എന്നിട്ട് നമ്മൾ സ്ലീവിൻ്റെ
സെൻറ്റർ ഭാഗത്തായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് ആ ഭാഗം നമ്മൾ അറ്റാച്ച് ചെയ്ത ശേഷം നമ്മൾ ഇതെടുത്തിട്ടുണ്ട് കേട്ടോ. ടോപ്പ് എടുത്തിട്ട് അതിന്മേൽ നെക്കിൻ്റെ ഭാഗത്ത് നമ്മളൊരു വൈറ്റ് പീസ് ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. പുറത്തു കൂടെ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് അത് അകത്തേക്ക് ഇട്ടിട്ട് അറിയാമല്ലോ എല്ലാവർക്കും, അങ്ങനെ ചെയ്യാണ്. പിന്നെ ഫ്രണ്ട്സ് ഹോളിൻ്റെ അവിടെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഫ്രണ്ട് ഭാഷ ഇങ്ങനെ അടിച്ചെടുത്തിട്ട് നമ്മൾ തിരിച്ചിടാട്ട് ചെയ്യുക. തിരിച്ചിട്ടിട്ട് അതിൻ്റെ മേലെ കൂടെ ഒന്നുകൂടെ അടിച്ചെടുത്താൽ നെക്ക് സെറ്റാവും. ഇങ്ങനെ കേട്ടോ. ഇത് നമ്മൾ ഒന്ന് ഉള്ളിലേക്ക് പ്രസ് ചെയ്തെടുത്തിട്ട് ഇതാ ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ശേഷം ഇതാ ഈ ഒരു ലൈനിൽ കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നെക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ശേഷം നമ്മൾ ആ നെക്കിൻ്റെ ഇതേപോലെ ഇങ്ങനെ അടിച്ചെടുത്താൽ അത് പതിഞ്ഞ് അവിടെ നിന്നോളും, ആ സീനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതാ മറ്റേ ബാക്ക് നെക്കും അതേപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ആ ഷോൾഡറിൻ്റെ ഭാഗം ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ഉള്ളിലൂടെ നെക്കിൻ്റെ പീസ് വെച്ചെടുത്തില്ലേ, ആ ഭാഗം രണ്ടും ചേർത്ത് പിടിച്ചിട്ട്, നല്ല ഭാഗം രണ്ടും ചേർത്ത് പിടിച്ചിട്ട് ആ ഒരു പോർഷന് വൈറ്റ് പോർഷന് നമ്മൾ അപ്പുറം തിരിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തുമ്പൊന്നും കാണാത്ത രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം. മറ്റേ ഷോൾഡറിൻ്റെ ഭാഗം ഉണ്ടോ നല്ല നീറ്റായിട്ട് ഇട്ടിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഇതും അതേപോലെ അങ്ങനെ ചെയ്താൽ അതേപോലെ കിട്ടും കേട്ടോ. അപ്പോൾ അത് നോക്കി ഇതേപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. രണ്ടും നല്ല നീറ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. വൈറ്റ് പോർഷനും ഉള്ളിലാണെങ്കിലും. അപ്പോൾ അതാട്ടോ സ്ലീവിൻ്റെ നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്ത പീസ് മൊത്തത്തിൽ 3 പീസായിട്ടൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ശീലം ഇല്ലാത്തതുകൊണ്ടാട്ടോ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിടുന്നത്. അപ്പോൾ ഈ സെൻറ്ററത്തെ പീസിൽ നമുക്ക് ഫ്രില്ലിടാനുള്ളതാണ്. പിന്നെ ആദ്യം തന്നെ നമുക്ക് സ്ലീവിൻ്റെ അളവിലൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ആ സ്ലീവിൻ്റെ അടിഭാഗത്ത് ഒരു 3 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ ഹോൾ അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി മറ്റേ സ്ലീവ് കൂടെ അതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ശേഷം സെൻറ്ററത്തെ പീസ് ഞെറിവിട്ടെടുത്തിട്ട് അതിൻ്റെ ലാസ്റ്റ് ഒരു കട്ട് പീസ് വെച്ചിട്ട് ലോക്ക് ചെയ്യുക എന്നുള്ള കേട്ടോ. ശേഷം രണ്ടും നമ്മൾ ടോപ്പിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ അപ്പോൾ നമ്മൾ ടോപ്പ് സെറ്റായി കിട്ടും. ഹലോ, അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഫൈനൽ ലുക്ക് ഇത് അങ്ങനെയായിട്ട് കിട്ടിയിട്ടുള്ളത്. പക്ഷേ കുഴപ്പമില്ല രീതിയിലൊക്കെ കിട്ടിയിട്ടുണ്ട്. സ്ലീവൊക്കെ നല്ല പഫായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബായ്. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതങ്ങനെ ഫ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ട്. അടിഭാഗം മേൽഭാഗം 2 സ്ലീവ് നമുക്ക് ഇതേപോലെ ഫ്രില്ലിട്ടെടുക്കണം.